സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശരദഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത്ബാധിതാക്ഷാൻ ഗുരുഭവനപുരീഹന്ത ഭാഗ്യഞ്ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ 4 ശ്ലോകമാണ് 41ാമത്തെ ദശകത്തിൽ പറഞ്ഞത്. പൂതനയുടെ ശരീരം ഭഗവാൻ തൊട്ടപ്പോൾ ശുദ്ധമായി. പൊതുവേ പൂതാന എന്നാണ്, ശുദ്ധിയില്ലാത്തവളാണ്. പക്ഷേ ഭഗവത് സ്പർശത്താൽ പൂതയായി. പൂത എന്ന് പറഞ്ഞാൽ ശുദ്ധ. തന്നിമിത്തം ആ ശരീരം ദഹിപ്പിച്ചപ്പോൾ അതിൽ നിന്ന് സുഗന്ധമാണ് ഉണ്ടായത്. ഈ സുഗന്ധം എന്താണ് വിളിച്ചു പറയുന്നത്? മതംഗ സംഘസ്യ ബലൻ ന ദൂരേ. എൻ്റെ ശരീരസ്പർശം കൊണ്ടുള്ള ഗുണം അല്ലയോ ഗോപികളെ നിങ്ങൾക്ക് അചിരേണ, അധികം താമസിയാതെ ലഭിക്കും എന്ന് വിളിച്ചു പറയുന്നത് പോലെ നാളെ ഗോപികളും ഭഗവാനോടുകൂടി ചേരേണ്ടവരാണ്. അപ്പം നിങ്ങളും ശുദ്ധകളായി മാറും എന്ന് വിളിച്ചു പറയുന്നത് പോലെ തോന്നി. ത്വം പൂതനാമാതനുദാ സുഗന്ധിം. പൂതനയുടെ ശരീരത്തെ സുഗന്ധമുള്ളതാക്കി തീർത്തു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, ചിത്രം പിശാച്യ നഹതകുമാര ചിത്രം പുരേവാഗതി ശൗരിണേദം ഇതി പ്രശംസൻ കില ഗോപലോകോ ഭവന്മുഖാലോകരസേന്യമാക്ഷീൻ. ചിത്രം എന്ന് പറഞ്ഞാൽ അവിടെ അത്ഭുതം. ചിത്രം, വിചിത്രം, വിചിത്രം ഇതൊക്കെയും എന്നാണ് അല്ലേ. ചിത്രം എന്ന് പറഞ്ഞാൽ ചിത്രമല്ല, ചിത്രം വരയ്ക്കുക. ചിത്രം ഇവിടെ ആശ്ചര്യം. എന്താ കാരണം? പിശാച്യ കുമാര നാഹത. ഇത്രയും വലിയൊരു പിശാചും രാക്ഷസിയും വന്നിട്ട് എന്ത് ഈ കുട്ടിക്ക് ഒന്നും പറ്റാഞ്ഞത്? സാധാരണ പേടിച്ചിട്ട് തന്നെ കുട്ടിക്ക് വല്ലതും സംഭവിക്കാം, മരണം വരേക്ക് അല്ലേ. ഇത് കുട്ടി സുഖമായിട്ടിരുന്ന് കളിക്കുക, യാതൊരു കുഴപ്പമില്ല. വളരെ അത്ഭുതപ്പെട്ടു അവർ, മഹാത്ഭുതം. എന്തേ ഈ കുട്ടിക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ? അത്രയല്ലേ ആയിട്ടുള്ളൂ, വളരെ ഇപ്പം പ്രത്യേകിച്ച് അത്ര ആയിട്ടുള്ളൂ. ഇനി ചിത്രം പിശാച്യ നഹത കുമാര. പിശാച്യ കുമാര നഹത. ഈ പിശാചിനാൽ ഈ കുട്ടി എന്തേ കൊല്ലപ്പെടാതിരിക്കാൻ? തിരിച്ചോ, പിശാചിനെ ഈ കുട്ടി കൊല്ലുകയാണ് ഇവിടെ ഉണ്ടായത്. കുട്ടി എന്നല്ലേ ഇപ്പം അവർ കണ്ടിട്ടുള്ളൂ. ആരാണ് ഈ കുട്ടി എന്നൊന്നും അവർ ചിന്തിച്ചില്ല. ചിത്രം പുരേവാഗതി ശൗരിണേദം. വസുദേവർ ഇത് മുമ്പേ തന്നെ പറഞ്ഞു എന്ന് ചിലർ ഓർത്തു. എന്തൊക്കെയോ ഈ കുട്ടിക്ക് പ്രത്യേകതയുണ്ട് എന്ന് വസുദേവർ എന്തൊക്കെയോ പറഞ്ഞത്, എന്തോ ഒരു ഓർമ്മ അവർക്കിങ്ങനെ വന്നു. വെറുതെ അല്ല അല്ലേ ആ പറഞ്ഞതൊക്കെ. എന്നിങ്ങനെ എല്ലാവരും കൃഷ്ണനെ, ഉണ്ണിയെ പ്രശംസിച്ചു. കൃഷ്ണൻ എന്നുള്ള പേര് ഇട്ടിട്ടില്ല കേട്ടോ, അത് ഇടാൻ പോണേ ഉള്ളൂ. ഇനി വരുന്നുണ്ട് നാമകരണം. ഇപ്പൊക്കെ ഉണ്ണി ഉണ്ണി നമ്മൾ പറഞ്ഞ കൃഷ്ണൻ പേരിട്ടിട്ടില്ല. ഇതി പ്രശംസൻ കില ഗോപലോകോ. എല്ലാ ഗോപന്മാരും ഉണ്ണിയെ പ്രശംസിച്ചു. വല്ലാത്തൊരത്ഭുതം തന്നെ, വല്ലാത്തൊരത്ഭുതം തന്നെ. എന്തേ ഈ ഉണ്ണിക്കൊന്നും സംഭവിക്കാതിരിക്കാൻ? ഇത്രയും ഭീമാകാരമായിട്ടുള്ള രാക്ഷസി വന്നിട്ട് ആ ഉണ്ണിയുടെ മുഖം നോക്കി എല്ലാവരും ആനന്ദം അനുഭവിച്ചു. ഭവൻ മുഖാലോകരസേനമാക്ഷി. ആ മുഖാലോകനം, ഒരു കുട്ടിയുടെ മുഖത്തേക്ക് തന്നെ നമ്മളൊന്ന് നോക്കി നോക്കും. ഒരു ഹൃദയമുള്ളവർക്ക് വല്ലാത്തൊരു ആനന്ദം ഉണ്ടാവും അല്ലേ. കാരണം ഒരു നിഷ്കളങ്കത. കുട്ടിയുടെ മുഖം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നിഷ്കളങ്കതയാണ്. എല്ലാ ദുഃഖവും അമ്മ മറക്കണത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ശരിക്കും പറയാച്ചാൽ ഉണ്ണിയുടെ മുഖം കാണുമ്പോഴാണ്. അതാണ് അതിന് ഇത്ര പ്രാധാന്യത. എങ്ങനെയാണ് ചോദിച്ചാൽ ചെറിയ കുട്ടികൾ ഈശ്വരനാണ്. അതന്നെ, അവരുടെ മനസ്സിൽ കളങ്കമില്ലല്ലോ. യാതൊരു കളങ്കവും ഇല്ലാത്തൊരു കുട്ടി എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഈശ്വരന് സമാനമാണെന്നാണ്. ബാലപീഡനം നമുക്ക് പല ശാപങ്ങൾക്കും കാരണമാകുമെന്നാണ്. ഒരു കാരണവശാലും കുട്ടിയെ വേദനിപ്പിക്കരുത് എന്നാണ്. അപ്പോൾ ഈ നിഷ്കളങ്കമായിട്ടുള്ള ഒരു കുട്ടിയെ കണ്ടാൽ തന്നെ അച്ഛനമ്മമാർക്കും, അച്ഛനമ്മമാരാവണമെന്നില്ല, ഹൃദയമുള്ള ആർക്കും ഒരു സുഖം, ആനന്ദം ഉണ്ടാവും അല്ലേ. ഈശ്വരീയതയാണ് അവിടെ കാണുന്നത്. അപ്പോൾ അത് ഭഗവാനാവുമ്പോൾ എത്രയോ ഇരട്ടി വേണ്ടേ. ആ ആനന്ദം ഇവർ അനുഭവിച്ചു എന്ന് പറയുകയാണ്. ഇതി പ്രശംസൻ കില ഗോപലോകോ. എല്ലാവരും ഉണ്ണിയെ പ്രശംസിച്ചു.
ആ മുഖം കണ്ട് പരമാനന്ദത്തെ അനുഭവിച്ചു. ഇനി വേറെ ഏത് ആനന്ദം അവർക്ക് കിട്ടാനുള്ളത്? പറയണ ദിനേ ദിനേ തപ്രതിവൃദ്ധലക്ഷ്മി അക്ഷീണമംഗല്യശതോ വ്രജോയം ഭവൻ നിവാസാദൈവാസുദേവ പ്രമോദസാന്ദ്രപരിതോ വിരേചേ. ഹേ വാസുദേവ എന്ന് വിളിക്കുകയാണ്. എല്ലാ ദേവന്മാരും ഏതൊരു ഭഗവാന്റെ ശരീരത്തിലാണോ ഉള്ളത് അത് വാസുദേവൻ. വസന്തി യസ്മിൻ സർവേ ദേവ സ വാസുദേവ. വാസുദേവനില്ലാത്തൊരു ദേവതകളില്ല. 33 കോടി ദേവതകളും ഉണ്ട്. 33 കോടി എന്ന് പറഞ്ഞാൽ 33 ദേവതകളാണ്. അത് ഭഗവാന്റെ ശരീരത്തിലുണ്ട് എന്നാണ്. കോടിയൊന്നുമില്ല അവിടെ. 33 ദേവതകൾ, 12 ആദിത്യന്മാർ, 8 വസുക്കൾ, 2 അശ്വിനി ദേവതകൾ, 11 രുദ്രന്മാർ. ഇവരെയാണ് നമ്മൾ 33 കോടി ദേവന്മാർ എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ ഏതൊരു ഭഗവാന്റെ ശരീരത്തിലുണ്ടോ വാസുദേവ, ആ വാസുദേവനെ വിളിച്ചുകൊണ്ട് കവി പറയുകയാണ്. ആ ഭഗവാൻ വന്നപ്പോൾ ഗോകുലം ഐശ്വര്യസമൃദ്ധമായി. അല്ലെങ്കിൽ തന്നെ അവിടെ ഐശ്വര്യസമൃദ്ധമാണ്. കാരണം പശുക്കൾ ധാരാളമുണ്ട്. എവിടെ പശു ഉണ്ടോ അവിടെ ഐശ്വര്യം ഉണ്ടാവുന്നതാണ്. ലക്ഷ്മിയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ പശുവിനെ കാണുന്നത്, അല്ലേ? അപ്പോൾ അവിടെ അല്ലെങ്കിൽ തന്നെ ഈ പശുവിൻ്റെ ശബ്ദവും പശുവിൻ്റെ കറക്കലും ചാണകത്തിൻ്റെ ഗന്ധമൊക്കെ വളരെ നല്ലതാണെന്നാണ്. അപ്പം അതുകൊണ്ട് അവിടെ ഐശ്വര്യവും നന്മയും നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭഗവാന്റെ വരവോടുകൂടി അത് എത്രയോ ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. ദിനേ ദിനേത പ്രതിവൃദ്ധ ലക്ഷ്മി. ലക്ഷ്മി ഇങ്ങനെ വർദ്ധിക്കുക ആണ്. ജയതി തേതികം ജന്മനാ വ്രജ എന്നുള്ള വരിയുടെ അർത്ഥം. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ജന്മം കൊണ്ട് ജന്മനാ വ്രജം ഗോകുലം ലക്ഷ്മി ദേവിയുടെ ആവാസസ്ഥാനമായിട്ട് മാറി. ഇന്ദിരാദേവി അവിടുന്ന് ഒരിക്കലും വിട്ടുപോവാതെയായി. സ്വതവേ ലക്ഷ്മി ചപലയ, പക്ഷേ ഭഗവാനുള്ള ദിക്കുന്ന് വിട്ടുപോവില്ല എന്നാണ്. ശ്രേത ഇന്ദിര ശശ്വത് അത്രഹി. ശശ്വത് എപ്പോഴും ഇന്ദിരാദേവി അവിടെ വസിക്കുന്നു. ഭഗവാന്റെ സാന്നിധ്യമുള്ള ദിക്കിൽ നിന്ന് ലക്ഷ്മി ഇന്ദിര ഒരിക്കലും വിട്ടുപോവാതെ. അക്ഷീണമംഗല്യശതോ വ്രജോയം. ഒരിക്കലും ക്ഷയിക്കാത്ത ലക്ഷ്മി വിളയാടുന്ന സ്ഥലമായിട്ടല്ലയോ ഗുരുവായൂരപ്പ ആ ഗോകുലം അങ്ങ് മാറ്റിയില്ലേ? ഭവൻ നിവാസാദൈവാസുദേവ. അങ്ങയുടെ വാസം കൊണ്ട്. പിന്നെ ലക്ഷ്മിയുടെ പിന്നാലെ വേറെ പോകേണ്ട കാര്യമില്ല എന്ന്. അവിടെ ലക്ഷ്മി ഉണ്ടായിരിക്കും, വന്നിരിക്കും എന്നാണ്. പ്രമോദസാന്ദ്ര പരിതോ വിരേചേ. എല്ലാവരും പരമാനന്ദത്തെ അനുഭവിച്ചു. എങ്ങും തികഞ്ഞ പരമാനന്ദം ഉള്ളതായിട്ട് ആ ഗോകുലം വിളങ്ങി. മംഗല്യം എന്ന് പറഞ്ഞാൽ മംഗളം തന്നെ അർത്ഥം. ആ മംഗളം അവിടെ വിളങ്ങി. ഓരോ ദിവസവും ഐശ്വര്യപൂർണ്ണം, ആനന്ദപൂർണ്ണം. അമംഗളങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവർക്കും ഒരു ആനന്ദം അനുഭവപ്പെട്ടു. ഗൃഹേഷു തേ കോമള രൂപഹാസമിതക്കഥാ സങ്കുലിത കമന്യ വൃത്തേഷു കൃത്തേഷു ഭവം നിരീക്ഷാ സമാഗത പ്രത്യഹമത്യനന്ദൻ. കമന്യ ഗോപസ്ത്രീകൾ. ഗൃഹേഷു വീട്ടിൽ. തേ കോമള രൂപഹാസ അങ്ങയുടെ മനോഹരമായിട്ടുള്ള രൂപം, മന്ദഹാസം ഇവ കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ചു. കഥാസങ്കുലിത. അവർക്ക് നേരം വിളിച്ചായ കൃഷ്ണനെ പറ്റിയല്ലാണ്ട് വേറൊന്നും പറയാനില്ല. ആ ഉണ്ണിയുടെ ചിരി കണ്ടു, ആ ഉണ്ണിയുടെ നോട്ടം കണ്ടു, എന്ത് രസമാണ് കാണാൻ. ആ ഉണ്ണിയുടെ തൊണ്ണ് കാണിച്ചുകൊണ്ടുള്ള ചിരി കാണാൻ എന്തൊരു രസമാണ്. ഇപ്രകാരം ഭഗവാനെക്കുറിച്ച് അങ്ങനെ ചർച്ചാ വിഷയമായി. വേറൊന്നും അവർക്ക് പറയാനില്ല എന്നർത്ഥം. ഗൃഹേഷു തേ കോമളരൂപഹാസമിതക്കഥ സങ്കുലിത കമന്യ. എല്ലാ പാപങ്ങളും നശിപ്പിക്കുന്നതാണ് ഭഗവാന്റെ കഥ. തവ കഥാമൃതം തപ്തജീവനം. ദുഃഖിക്കുന്നവർക്ക് ആനന്ദം ഉണ്ടാക്കണ ഒറ്റ വസ്തു ഈ ലോകത്തിലുള്ള ഈശ്വരകഥ. കൃത്യേഷു വൃത്തേഷു ഭവൻ നിരീക്ഷ. ഇവരെന്ത് ചെയ്തു? ഇത്ര ലോകത്തിൽ അവർക്ക് ചെയ്യേണ്ട കർത്തവ്യങ്ങളെ മുഴുവൻ മറക്കാൻ തുടങ്ങി. ഈശ്വരകാര്യങ്ങളിൽ മനസ്സങ്ങനെ ലയിച്ച് വീട്ടുകാര്യങ്ങൾ നടക്കാണ്ടേയായി. നമുക്ക് വീട്ടുകാര്യങ്ങൾ ഓർത്തിട്ട് നാമം ചെല്ലാനാ സമയമില്ലാത്ത. വീട്ടുകാര്യങ്ങളുണ്ട്,
അതോർത്തോർത്തോർത്തോട്ട് അയ്യോ ഒന്ന് നാമം സമയം കിട്ടിയില്ല കേട്ടോ എന്ന് മറക്കണോരാ നമ്മൾ. അവരോ പല കൃത്യങ്ങളും നിർവഹിക്കാതെയായി. കാരണം ചിന്ത മുഴുവൻ ഭഗവാനിലായതുകൊണ്ട്. കൃത്യേഷു വൃത്തേഷു കൃത്യേഷു വൃത്തേഷു കൃത്യേഷു ഭവന്നിരീക്ഷാസമാഗത. ഭഗവാനെ കണ്ട് 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 നേരം പോയത് അറിഞ്ഞില്ല, ചില കാര്യങ്ങൾ ചെയ്തില്ല, അതറിഞ്ഞില്ല, അതിന് വീഴ്ച വന്നു. പ്രത്യഹം അത്യനന്ദൻ. ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ആനന്ദം അനുഭവിച്ച് അവർ ചിലവിട്ടു. ഓരോ ദിവസവും കൂടുതൽ അവർക്ക് ആനന്ദം അനുഭവിക്കാറായി എന്ന് ചുരുക്കം. അഹോ കുമാരോ മയി ദത്തദൃഷ്ടി സ്മിതം കൃതം മാം പ്രതിവത്സകേന ഏഹേഹി മാം ഇത്തുപസാര്യപാണി ത്വയീശ കിങ്കിന്ന കൃതം വധൂഭി. നേരത്തെ പറഞ്ഞതിനെ ഒന്നും കൂടി പറഞ്ഞു. സമാഗത പ്രത്യഗമത്യനന്ദൻ. ഭഗവാനെക്കുറിച്ച് പറഞ്ഞു എന്നാണല്ലോ. എന്തേ പറഞ്ഞേ? ആ കുട്ടി എന്നെ തന്നെയാണ് നോക്കുന്നത്. എന്നെ ആ കുട്ടിക്ക് കുറച്ച് ഇഷ്ടമുണ്ട്, അവൻ എന്നെ ഇഷ്ടമാണ്, ഞാൻ വിളിച്ചാൽ വരും. നമ്മൾ പറയാറുണ്ടല്ലോ, അഹോ കുമാരോ മയി ദത്തദൃഷ്ടി. ചിലപ്പോൾ നമ്മൾ കാണിച്ചു തരണോ, ഇപ്പം എൻ്റെ കൂടെ വരുന്ന കാണണോ എന്നൊക്കെ ചോദിക്കും അല്ലേ. അഹോ കുമാരോ മയി ദത്തദൃഷ്ടി. കുട്ടി എന്നെ തന്നെയാണ് നോക്കുന്നത്. മിതം കൃതം മാം പ്രതിവത്സകേന. എന്നെ ഉദ്ദേശിച്ചാണ് കുട്ടി ചിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടി വരൂ, ഏഹി മാം, എൻ്റെ അടുത്തേക്ക് വരൂ, എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് കൈ കാണിച്ചു. ഏഹി മാം ഇത്തുപസാര്യപാണി ത്വയീശ കിങ്കിന്ന കൃതം വധൂഭി. വരുന്ന ഗോപാല നിദംബനീനാം. ല്ലേ, കരം പകർന്നാശു വിളങ്ങി കൃഷ്ണൻ. വിരിഞ്ഞ പുഷ്പങ്ങളിലങ്ങുമിങ്ങും വിരഞ്ഞു മണ്ടുന്നൊരു വണ്ടുപോലെ. വിവിധ പുഷ്പങ്ങൾ, ഒരു പുഷ്പങ്ങളിൽ നിന്ന് കുഞ്ചൻ നമ്പ്യാർ അല്ലേ അണിപ്രവാളത്തിലെഴുതി, ഒരു പുഷ്പങ്ങളിൽ നിന്ന് മറ്റേ പുഷ്പത്തിലേക്ക് ഒരു വണ്ട് ഇങ്ങനെ മാറി മാറി പറന്ന് തേൻ കുടിക്കുമ്പോൾ എത്ര ഭംഗിയുണ്ടാവും. അതേപോലെ ഗോപാല നിദംബിനീനാം. ആ ഗോപികളുടെ ഒരു കയ്യിൽ നിന്ന് വേറൊരു കയ്യിലേക്ക്, ചെന്താമരപ്പൂ പോലെയുള്ള കൈകളിലേക്ക് അങ്ങനെ മാറി 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 അവരെ ആനന്ദിപ്പിച്ചു ഭഗവാൻ എന്ന് പറഞ്ഞങ്ങനെ വർണ്ണന പോവുകയാണ്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.